സംഭവം നടക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ സുഹൃത്ത് രഞ്ജിത്തിൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളൊരു കാറ്, ഞാൻ ലോറി ഡ്രൈവറാണ്, 8 ഏക്കറിന് ലോറി ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് ഈ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് രഞ്ജിത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഈ രഞ്ജിത്തും ഞാനും വേറെ നമ്മുടെ സുഹൃത്ത് രഞ്ജിത്തുണ്ട്, ഞങ്ങൾ 3 പേരും കൂടി തിരിച്ച് ഈ കാറ് കൊണ്ടു കൊടുക്കാൻ ഈ കാറുകാരൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങളൊരു 12 മണിയോടെ ഏതാണ്ട് സമയം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു വാൻ കിടപ്പുണ്ടായിരുന്നു, ഒരു വെള്ള വാൻ. ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ വണ്ടി കിടന്നപ്പോൾ ചോദിച്ചു, ഇതെന്താ ഇവിടെ ഒരു വാൻ ഇങ്ങനെ കിടക്കണമെന്ന് വെച്ചാൽ ഈ രാത്രി. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. കാറ് കയറ്റിയപ്പോൾ ഈ വണ്ടിയും കൂടി പുറകെ വന്ന് ഞങ്ങളെ വട്ടയിട്ട് വന്ന് പിടിച്ച്. അന്ന് 3 പേരുണ്ട് അവിടെ, 3 പേരുണ്ട്. അപ്പോൾ ഞങ്ങളെയും കൂടി ഞങ്ങളെ 3 പേരെയും കൂടി ഇതിനകത്ത് പിടിച്ച്, നിങ്ങൾ കഞ്ചാവിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പിടിച്ച് ക്രൂരമായി മർദ്ദിച്ച് പിന്നെ ഇടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ അങ്ങനെ ഒരു ഇടപാടുകാരനല്ല, ഞങ്ങൾ ഇങ്ങനെ ഇത് ഉപയോഗിക്കാറില്ല. പിന്നെ അന്ന് നമ്മളെ ഈ മുഴുവനും കൊണ്ട് ഇടിച്ചിട്ട് ഈ സുജിദാസ് IPS സാറും അന്നത്തെ ടെറ്റോ സാറ് പിന്നെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, അവരൊക്കെ കൂടി നമ്മളെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് നശിപ്പിച്ച് എടത്തല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞ് ഈ കാർ ഓടിക്കാൻ പറഞ്ഞിട്ട് ഈ കാറിൽ അന്നത്തെ അവിടുത്തെ ഡ്രൈവർ അഫ്സൽ എന്ന് പറഞ്ഞ ഡ്രൈവർ ഈ കാറിൽ കയറി ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്നു. SOSൻ്റെ വളവിൽ നിന്ന് കാറ് തിരിച്ച് 8 ഏക്കറിലേക്ക് ഓടിപ്പിച്ചിട്ട് എത്താറായപ്പോഴത്തേനും ഈ കാറിൽ ഓട്ടാൻ പറഞ്ഞിട്ട് ഈ കാറിൽ നിന്ന് ഈ അഫ്സൽ എന്ന് പറഞ്ഞ അന്നത്തെ ഡ്രൈവർ സാറ് ചാടി ഇറങ്ങി. അപ്പോഴത്തേനും അവിടെ പത്രക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലെ നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങളതിനകത്ത് പ്രതി ചേർക്കുകയാണ് ഈ സുജിദാസ് IP സാറും ആരുടെ കൂടെ ഉണ്ടായവരും ചെയ്തത്. എൻ്റെ ഈ 2 ചെവിടിനെ അടിച്ചിട്ട് ചെവിയിൽ നിന്നൊക്കെ ബ്ലഡ് വന്നു. ഇപ്പം നമുക്ക് ബാലൻസ് ഇല്ല. സുജിദാസാണോ നിങ്ങളെ മർദ്ദിച്ചത്? സുജിദാസും ആ സാറിൻ്റെ കൂടെയുള്ള സാറന്മാരും കൂടി. നമ്മൾ തെറ്റ് ചെയ്യാത്ത കാരണമാണ് എല്ലാ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ പരാതി കൊടുത്തത്. നിങ്ങൾ ഈ കാറ് വാടകയ്ക്ക് എടുത്തിരുന്ന ആളുടെ വീട്ടിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു? കാറ് വാടകയ്ക്കെടുത്തുള്ള വീട്ടിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ പാടില്ല. ഈ കേസിൽ നിന്ന് പിന്മാറ്റാൻ സമ്മർദ്ദമുണ്ടോ? ഇവിടെ വന്ന് എൻ്റെ ഭാര്യനെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന് മാറിയില്ലെങ്കിൽ കുന്നളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഭാര്യനെ മക്കളെ. ആരാണെന്നറിയാമോ? അത് അന്ന് ഈ കേസിൽ നമ്മളെ ഈ പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ ആൾക്കാർ തന്നെയാണ് ഇവിടെ വന്നത്. ക്രമസമാധാന നില നിയന്ത്രിക്കേണ്ട മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ തിക്തഫലം അല്ലെങ്കിൽ തിക്ത അനുഭവം ആണ് ഇവരൊക്കെ പറയുന്നത്. ഇനിയുമുണ്ട്. കഞ്ചാവ് കേസിൽ കൂട്ടുപ്രതികളായി പോലീസ് അറസ്റ്റ് ചെയ്ത മറ്റ് 2 പേരെ ആദ്യമായാണ് കാണുന്നത് എന്ന് കേസിലെ മറ്റൊരു പ്രതി രഞ്ജിത്ത്. കുറ്റം സമ്മതിക്കും വരെ മർദ്ദിക്കാൻ സുജിദാസ് പോലീസുകാരോട് ആവശ്യപ്പെട്ടു. കാർ തടഞ്ഞ് കഞ്ചാവ് പിടിച്ചു എന്നത് സുജിദാസിന്റെ സൃഷ്ടിയാണ്. കേസ് CBI അന്വേഷിക്കണം എന്നും രഞ്ജിത്ത്. ശനിയാഴ്ച രാത്രിയാണ് ഞങ്ങൾ ഇതേപോലെ തന്നെ കാറ് കൊടുക്കാനായിട്ട് കയറി ചെന്നത്. കാരണം എൻ്റെ അമ്മയ്ക്ക് പാടില്ലാണ്ട് ഞങ്ങൾ നാടുകാണി പോയി ഇതേപോലെ ഡോക്ടറെ കണ്ട് വന്ന വഴിക്ക് അത് കഴിഞ്ഞ് അമ്മേനെ കൊണ്ടുപോയി വീട്ടിലാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറ് കൊടുക്കാനായിട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്താണ് ഇതേപോലെ വാതിൽക്ക് ഇവർ നിൽക്കണ്ടായി. ഇവരെക്കുറിച്ച് നമുക്കറിയില്ല. പുള്ളിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. പുള്ളി പറഞ്ഞു, എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാന്നും പറഞ്ഞ് ഞങ്ങൾ കാണാൻ വന്നതെന്നും പറഞ്ഞു. അപ്പോൾ പുള്ളി നേരെ വണ്ടി ഓടിച്ച് അകത്തേക്ക് കയറ്റി. നമുക്കൊരു പോലീസുകാരനാണെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മളങ്ങ് അകത്തേക്ക് വണ്ടിയും കയറ്റി. അവിടെ ചെന്നപ്പോൾ ഒരു 5-8 പേര് വന്ന് വളഞ്ഞു ഞങ്ങളെ. ഓരോരുത്തരെ ഓരോ സൈഡിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ആദ്യം ചോദ്യമായിരുന്നു. അത് ചോദ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടിയായി. ഞങ്ങൾ പറഞ്ഞില്ല, നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടിയായി. അവസാനം ഇടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് വേറെ ഇവർ ഇതിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ സുജിദാസ് സാറ് അന്ന് ഈ പുള്ളിനെ പിടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എൻ്റെ ഉദ്ദേശം പറയുകയാണെങ്കിൽ പുള്ളി ആ സൈഡിൽ നിന്ന് അടി കൊണ്ടുകൊണ്ടിരിക്കുക ചെവിയിൽ ഒത്തിരി. ഞങ്ങളില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ശരിക്കും ചോദ്യം ചെയ്തരാന്നും പറഞ്ഞ് വീണ്ടും കൂടി ഞങ്ങളെ കൊണ്ട് തല്ലിക്കുക. SI ഒക്കെ ഒന്ന് ഭയങ്കര ഇടിയായിരുന്നു. SI ഒക്കെ എൻ്റെ മുട്ടുകാലിൽ ഇടയിലേക്ക് തല കയറ്റി വെച്ചിട്ട് പൂതത്തിട്ട് ഇടിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ തിങ്കളാഴ്ച രാവിലെ തൊട്ട്, അതായത് ഞായറാഴ്ച തൊട്ട് ഒരു പ്ലാൻ ചെയ്യാണ്. തിങ്കളാഴ്ച അവിടുത്തെ CI വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ CI ആയിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് കോടതിയിൽ പോവാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടും പോണത്. വിളിച്ചൊന്നും പോയി നേരെ പോയി 8 ഏക്കറിൽ കൊണ്ടുപോയി വണ്ടി നിർത്താൻ. നാട്ടുകാർ കൂടണം കണ്ടപ്പോഴത്തേക്കും പയ്യെ
ആദ്യം അഫ്സൽ അവിടെ നിന്ന് ഓടി മാറി വണ്ടി. ഞാൻ പോലീസ് ജീപ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഇവരെ പയ്യെ വട്ടം പിടിക്കും പോലെ ഓരോരുത്തരും വന്ന് അങ്ങോട്ട് വന്നിട്ട് ലോക്ക് ചെയ്ത് നേരെ അവിടെ കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഒരു 7 മിനിറ്റ് ഗ്യാപ്പ്. ആ 7 മിനിറ്റ് ഗ്യാപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ രണ്ടുപേരും കൊണ്ടുപോയി ഇറക്കി അതിൻ്റെ ഉള്ളിലേക്ക് നിർത്താൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തഹസിൽദാർ സ്പോട്ടിൽ വന്ന്, അതായത് നമുക്കൊരു സാധാരണ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ആളെ വിളിച്ച് പറഞ്ഞൊരു 10 മിനിറ്റ് ഗ്യാപ്പ് വേണ്ടേ. നമ്മളവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു 3 മിനിറ്റ് താമസം വന്നില്ല. അതിന് മുമ്പ് തഹസിൽദാർ അവിടെ എത്തി ഒപ്പിട്ട് പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോൾ കോടതി കൊണ്ട് ഹാജരായി. അവിടെ പോണ വഴിക്ക് തന്നെ അവർ നമ്മളോട് പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ തിരിച്ച് ഈ വണ്ടി തന്നെ വരാനുള്ളത്, ഒറ്റയാണ് ഇവിടെ മര്യാദക്ക് കിടക്കൂലാട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയിട്ടൊന്നും മിണ്ടാനും നിന്നില്ല. ഈ പറഞ്ഞ ജഡ്ജി ആണെങ്കിൽ അതൊന്നും എഴുതാനും നിന്നില്ല, ചോദിക്കാനും നിന്നില്ല, എന്തെങ്കിലും ചെയ്തോന്ന് പോലും ചോദിച്ചില്ല. അന്ന് വൈകുന്നേരം നേരെ ജില്ലാ കോടതി കയറ്റിയതാണ്. അങ്ങനെ 42 ദിവസം 41 ദിവസം കണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറുന്നു. അങ്ങനെയാണ് സംഭവം സംഭവിച്ചത്. നമുക്കിതിൽ യാതൊരു ബന്ധവുമില്ല. ഇതിൽ ഒന്നാമത്തെ കാര്യം തെറ്റാണ്. തെറ്റ് എന്തായാലും ശിക്ഷിക്കപ്പെട്ടതെന്ന് ചോദിക്കാം. ചെയ്യാത്ത തെറ്റിലും കൂടെ ശിക്ഷിക്കപ്പെടുന്ന ഞങ്ങളെന്തായാലും ശിക്ഷ അനുഭവിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ ശിക്ഷ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. 2 വർഷത്തോളം ശിക്ഷ ഉണ്ടെന്ന് അവർ പറയണം. ഇപ്പോൾ അത് അനുഭവിക്കാണ് യോഗം അനുഭവിക്കുക, അല്ലാണ്ട് ഇപ്പോൾ പക്ഷേ എന്നാലും വേറൊരാൾ ഇത് അനുഭവിക്കരുത്, അതേ ഞാൻ പറയുള്ളൂ. എനിക്കതാണ് എൻ്റെ ആഗ്രഹം. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ ഞങ്ങൾ അനുഭവിച്ചു, ഇനി ഒരാൾ ഇത് അനുഭവിക്കരുത് എന്ന് പറയുമ്പോൾ അതൊരിക്കലും സാധ്യമല്ല എന്ന് മനസ്സുകൊണ്ട് നമുക്ക് പറയേണ്ടതായി വരും. കാരണം തൽസ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഒരു ട്രാൻസ്ഫർ മാത്രം കൊടുത്ത് ഇപ്പോഴും അതേ വകുപ്പിൽ തുടരുകയാണ് ഈ ആരോപണ വിധേയനായ സുജിത് ദാസ്. ശബ്ദ സന്ദേശം നമ്മൾ എല്ലാവരും കേട്ടതാണ്, മലയാളികൾ ഒന്നടങ്കം കേട്ടതാണ്. ഒരു പൊതുപ്രവർത്തകനോട് പറയുകയാണ്, എൻ്റെ ഇനിയുള്ള സർവീസ് കാലം അത്രയും ഞാൻ വിധേയപ്പെട്ട് നിൽക്കാം എന്ന്. അപ്പോൾ തെറ്റ് ചെയ്യുകയോ സ്വന്തം ഭാഗത്ത് കുറവുകൾ ഉണ്ട് എന്ന് വിചാരിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇത് 1ഉം 2ഉമല്ല കേസുകൾ മുന്നിലുള്ളത്. അത്തരത്തിൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി കൊണ്ടുവന്ന ഒരു സംഭവമാണിത്. പറയൂ ബിനിൽ വിശദാംശങ്ങൾ. മോത്തി, സുജിത് ദാസുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകൾ ഇനിയും അവസാനിക്കുന്നില്ല. ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ സുജിത് ദാസിനെതിരെ ഇനിയും വരാനിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആലുവ സംഭവത്തിലേക്ക് വന്നാൽ തന്നെ ഈ പ്രതി ചേർക്കപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ ഈ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരല്ല, കൊടും ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരാണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രമാത്രം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് അവർ ഏറ്റുവാങ്ങിയത്. കഞ്ചാവ് കേസിൽ പെടുത്തി അതിക്രൂരമായി മർദ്ദിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് 2018 കേസാണ്. ഇപ്പോൾ 2024 ഇതുവരെ ഈ കേസിൽ കുറ്റപത്രം നൽകാനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിനുള്ളിൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നത് പോലീസിന് തന്നെ മനസ്സിലായത് കൊണ്ടാണ് ഇതിൽ കുറ്റപത്രം നൽകാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ ഒരുപാട് തെളിവുകൾ സുജിത് ദാസിനെതിരെ ഉണ്ട്. സുജിത് ദാസ് മുൻപ് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു എന്നത് സ്റ്റേഷൻ രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവിടുത്തെ ജനറൽ ഡയറിയിൽ സുജിത് ദാസ് ഈ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതി ആ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയെന്നത് പോലീസുകാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ മുൻകൂട്ടി കസ്റ്റഡിയിൽ എടുത്തു വെച്ച് ഇവർക്ക് മേൽ ഈ കുറ്റം ചാർത്തപ്പെട്ടതാണ് എന്നത് ഏതാണ്ട് കേസ് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം ഈ 6 വർഷമായിട്ടും പോലീസിന് പൂർത്തീകരിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ഈ കേസിലെ പ്രതികൾ ഹൈക്കോടതിയിലെത്തിയതിൽ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. അന്യായമായി തടങ്കലിൽ വെച്ചു, തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു, ഇത് തെറ്റായ ഒരു കള്ളക്കേസാണ്, അതിൽ CBI അന്വേഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ CBI അന്വേഷണ കാര്യത്തിലും ഹൈക്കോടതിയിൽ നിന്നും ഇതുവരെ തീരുമാനം വന്നിട്ടില്ല. ആ കേസ് ഈ അടുത്ത 4-ാം തീയതി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വരുന്നത്. പ്രത്യേകിച്ച് അവരെ ഈ വെളിപ്പെടുത്തലിന് അവരെ നിർബന്ധിതമാക്കിയത് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ശക്തി നൽകിയത് ഇപ്പോൾ സുജിത് ദാസിനെതിരെ പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ധൈര്യപൂർവ്വം അക്കാര്യങ്ങൾ വന്ന് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത്. കാരണം ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദങ്ങൾ അവർക്ക് മേൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. വീട്ടിലെത്തിയ ആളുകൾ ഭീഷണിപ്പെടുത്തി പോകുന്നു. അങ്ങനെ കൊടും ക്രിമിനലുകളായ പോലീസുകാർ ഇതിന് പിന്നിലുണ്ട് എന്ന സൂചന തന്നെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടവർ നൽകുന്നത്. മോത്തി, ബിനിൽ, സോളാർ കേസ് പ്രതിയെ സ്വാധീനിക്കാൻ നോക്കി എന്നതടക്കം നിരവധി പരാതികൾ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ADGP MR അജിത് കുമാർ എന്ന് പറയുന്ന ആരോപണ വിധേയനടക്കമുള്ളവർ ഈ പോലീസ് സേനയിൽ ഉള്ളപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക എന്ന് സ്വാഭാവികമായും സംശയം തോന്നുന്നു. സ്വാഭാവികമായും മോത്തി, അവർക്ക് നീതി കിട്ടാൻ ഇനി കോടതിയിൽ മാത്രമേ അഭയമുള്ളൂ. അതുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോയിരിക്കുന്നത്. ഈ കേസിലെ 1-ാം പ്രതി സുനിൽ കുമാറിന്റെ ഭാര്യ രേഷ്മ നേരിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് നീതി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരൊരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട
കുടുംബമാണ്. അതുകൊണ്ട് തന്നെ SC/ST അട്രോസിറ്റി ആക്ട് അടക്കം ഇതിൽ ചുമത്തിക്കൊണ്ടുള്ള നടപടികൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് അവർ പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇതിൽ ഒരു പ്രത്യേക അന്വേഷണത്തിന് DYSPയെ ചുമതലപ്പെടുത്തിയത്. ആ അന്വേഷണത്തിലാണ് ഇതിലെ ജനറൽ ഡയറി രേഖകളടക്കം പുറത്തേക്ക് വന്നത്. അതായത് അന്യായ കസ്റ്റഡി ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ രേഖകളടക്കം പുറത്തേക്ക് വന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷമുള്ള അന്വേഷണത്തിലാണ്. പക്ഷേ അവിടെയും സുജിത് ദാസിനെയും കൂട്ടരെയും സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഇത്രയും വർഷമായിട്ട് 6 വർഷമായിട്ടും ഈ കേസിൽ കുറ്റപത്രം നൽകാൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഇതിൽ ഇവർ നിരപരാധികളാണ് എങ്കിൽ അവർ നിരപരാധികളാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ആ കേസ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലേക്ക് പോലും പോലീസ് പോകാത്തത് ഈ സുജിത് ദാസിന്റെ വലിയ സമ്മർദ്ദം മൂലമാണ് എന്നതാണ് ഇവർ പരാതിപ്പെടുന്നത്.